ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 820 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് 12 അധ്യായം 35 തിരുവചനമാണ്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ. വളരെയധികം തീഷ്ണതയോടെ നാം വലിയ നോമ്പ് ആചരിക്കുന്ന ഈ വേളയിൽ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു തിരുവചനമാണ് ഇത്. നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് നാം എത്തുന്നില്ല എങ്കിൽ നമുക്ക് പോകേണ്ടതായ ട്രെയിനിൽ കയറുവാനും യാത്ര ചെയ്യുവാനും നമുക്ക് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. ചിലർ പറയും ചിലപ്പോഴല്ലച്ചോ മിക്കവാറും ലേറ്റാണ് എന്ന്. ഇങ്ങനെ ട്രെയിൻ ലേറ്റായി വരുമ്പോഴും നമുക്ക് പോകേണ്ടതായ ട്രെയിനിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ട്രെയിൻ വരുന്നുണ്ടോ എന്ന്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത്തരമൊരു ഉറ്റുനോക്കൽ ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായി പ്രതീക്ഷയോടെ നാം കാത്തിരിക്കണം. വചനം പറഞ്ഞത് അങ്ങനെയല്ലേ? നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ. ഒരു സൈനികൻ യുദ്ധം വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുപ്പായമൊക്കെ മാറി ഒരു തോക്കൊക്കെ എടുത്ത് അങ്ങ് പോവുകയല്ല. ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതായ ചിന്തയിൽ സൈനികരെല്ലാവരും ഒത്തിരിയേറെ ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. ഒരു റബ്ബർ വെട്ടുകാരൻ പുലർച്ചെ ജോലി ചെയ്യുവാൻ തക്കവണ്ണമായി തലേന്ന് തന്നെ കത്തിക്ക് മൂർച്ച വരുത്തി ഒരുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, ജീവിതത്തിൽ നല്ല ഒരുക്കമുള്ളവരായി ഇരിക്കുവാനായി, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനായി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.